എത്ര കേട്ടാലും മതിവരാത്ത ഗാനം പോലെ ഏവർക്കും പ്രിയപ്പെട്ടതും കൗതുകമുണർത്തുന്നതുമാണ് ഗ്രാമഫോണുകൾ. ഇഷ്ടഗാനങ്ങൾ ഗ്രാമഫോണിലൂടെ ഇങ്ങനെ ഒഴുകിയെത്തുമ്പോൾ അതിന് മധുരവും കൂടും. വർഷങ്ങൾ പഴക്കമുള്ള ഗ്രാമഫോണുകളാൽ സംഗീതത്തിന്റെ നൊസ്റ്റാൾജിയ തീർക്കുകയാണ് കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് സ്വദേശി മുഹമ്മദ് ഷാഫി. ഒരു കാലഘട്ടത്തിലെ മനുഷ്യരുടെ പാട്ടുപെട്ടികൾ നിരത്തിവെച്ചപ്പോൾ ഏവർക്കും കൗതുകത്തോടൊപ്പം അത്ഭുതവുമാണ്. ഗൃഹാതുരത്വത്തിന്റെ കഥകൾ നിഴലിക്കുന്ന ഓരോ ഗ്രാമഫോണുകൾക്കും ഇവിടെ ഓരോ പാട്ടുകഥകൾ കൂടി പറയാനുണ്ടാകും. ജപ്പാനിൽ നിർമ്മിച്ച 1920-ലെ ഡെക്ക ഗ്രാമഫോൺ, 1930-ലെ റോഡിയോ ഹോൺ ഗ്രാമഫോൺ, 1930-ലെ ബോക്സ് ഗ്രാമഫോൺ തുടങ്ങി ഗ്രാമഫോണിന്റെ അവസാന രൂപം വരെയുള്ള അപൂർവ ഇനങ്ങളാണ് മുഹമ്മദ് ഷാഫിയുടെ പക്കലുള്ളത്. എൻ്റെ ഒരു ഏകദേശം 35 വർഷത്തെ ഒരു ഗ്രാമഫോണും റെക്കോർഡിൻ്റെ കളക്ഷനാണ് ഇതൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് ആളുകൾക്ക് ഓരോ മോഡലിൽ ഓരോന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പുതിയ തലമുറക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു എക്സിബിഷൻ ഒരുക്കിയിട്ടുള്ളത്. 1877 ശേഷം നമ്മുടെ എമിലി ബെർലിനാണ് ഗ്രാമഫോൺ കണ്ടുപിടിച്ചത്. പിന്നീടാണ് അത് 1900 ശേഷമാണ് അത് വ്യാപകമായിട്ട് ഇന്ത്യയിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. കൂടാതെ സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി, നെഹ്റു, സരോജിനി നായിഡു തുടങ്ങിയവരുടെ പ്രസംഗങ്ങൾ അടങ്ങിയ റെക്കോർഡുകളും ഇവിടെയുണ്ട്. ഗ്രാമഫോൺ റിപ്പയറിംഗിലൂടെയാണ് ഷാഫി ശേഖരണം തുടങ്ങിയത്. നിലവിൽ 30-ൽ പരം അപൂർവ ഇനം ഗ്രാമഫോണുകളും ഷാഫിയുടെ ശേഖരത്തിലുണ്ട്. എല്ലാം ഇന്നും പ്രവർത്തന സജ്ജമെന്നതാണ് മറ്റൊരു പ്രത്യേകത. മുകേഷ് അംബാനി ഉൾപ്പെടെയുള്ളവരുടെ വീട്ടിലെത്തി ഗ്രാമഫോൺ റിപ്പയർ ചെയ്യാനുള്ള അവസരവും ഷാഫിക്ക് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.